2024-25 സീസൺ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കേരളത്തിനെതിരെ നിർണായകമായ ആദ്യ ഇന്നിംഗ്സ് ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വിദർഭ. ആദ്യ ഇന്നിംഗ്സിൽ 379 റൺസ് നേടിയ വിദർഭ കേരളത്തെ 342 റൺസിന് ഓൾ ഔട്ടാക്കി 37 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് സ്വന്തമാക്കിയത്. മത്സരം സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ ഈ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വിദർഭയെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാക്കും. അതിനാൽ രഞ്ജി ട്രോഫിയിൽ ഇനി കിരീടം ചൂടണമെങ്കിൽ ഏത് വിധേനയും കലാശ പോരാട്ടം ജയിക്കുക എന്ന വഴി മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ളത്. മത്സരത്തിന്റെ 4ാം ദിനമായ ശനിയാഴ്ച 37 റൺസിന്റെ ലീഡുമായാകും വിദർഭ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിക്കുക. 2 ദിവസങ്ങൾ ഇനിയും ബാക്കി നിൽക്കെ ആഞ്ഞു ശ്രമിച്ചാൽ കേരളത്തിന് വിജയം നേടാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മത്സരത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച വിദർഭയുടെ സ്പിന്നർമാർക്ക് പിച്ചിൽ നിന്ന് ലഭിച്ച പിന്തുണയും കേരളത്തെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. വിദർഭയെ അവരുടെ രണ്ടാം ഇന്നിംഗ്സിൽ 250 റൺസിനുള്ളിൽ പുറത്താക്കി ഒരു വിജയം നേടാനാകും കേരളം ഇനി ശ്രമിക്കുക. നിലവിൽ 2 മികച്ച ക്വാളിറ്റി സ്പിന്നർമാരാണ് കേരളത്തിനുള്ളത്. ജലജ് സക്സേനയും ആദിത്യ സർവാദയുമാണ് ഇതിൽ സക്സേനെ ഈ സീസണിൽ ഇതിനകം 39 വിക്കറ്റുകൾ വീഴ്ത്തിയ താരമാണ്. സർവാദയാകട്ടെ 30 വിക്കറ്റുകളും നേടിക്കഴിഞ്ഞു. സ്പിന്നിന് അനുകൂലമായി മാറിയ നാഗ്പൂരിലെ പിച്ചിൽ നിറഞ്ഞാടാൻ ശനിയാഴ്ച ഇവർക്ക് സാധിച്ചാൽ രഞ്ജി ട്രോഫി ഫൈനലിൽ ഒരു ട്വിസ്റ്റ് നടന്നേക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാകാൻ ഇനിയും മികച്ച സാധ്യതകൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ സ്പിന്നർമാർ തിളങ്ങണമെന്ന് മാത്രം. ശനിയാഴ്ച ആദ്യ സെഷനിൽ തന്നെ വിദർഭയെ ഒരു തകർച്ചയിലേക്ക് തള്ളിയിടാനാകും കേരളത്തിന്റെ ശ്രമം. 2ാം ദിവസം 9ഉം 3ാം ദിവസം 7ഉം വിക്കറ്റുകൾ വീണ നാഗ്പൂരിലെ പിച്ച് 4ാം ദിനം സ്പിന്നർമാരെ അകമഴിഞ്ഞ് പിന്തുണച്ചേക്കുമെന്നതിനാൽ ഇതിനേക്കാൾ കൂടുതൽ വിക്കറ്റുകൾ 4ാം ദിനം പ്രതീക്ഷിക്കാം. സ്പിന്നർമാരുടെ പ്രകടനത്തിലാണ് ഇനി കേരളത്തിന്റെ രഞ്ജി ട്രോഫി കിരീട പ്രതീക്ഷകൾ മുഴുവൻ. ശനിയാഴ്ച ഇവർ തിളങ്ങിയാൽ കേരളത്തിന് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ 3ാം ദിനം വീണ കേരളത്തിന്റെ 7 വിക്കറ്റുകളിൽ 6ഉം സ്വന്തമാക്കിയത് വിദർഭയുടെ സ്പിന്നർമാരായിരുന്നു എന്നതും ശ്രദ്ധേയം. 3 വിക്കറ്റുകൾ ഹർഷ് ദുബെ നേടിയപ്പോൾ 3 വിക്കറ്റുകൾ പാർത്ത് രേഖാഡെയാണ് സ്വന്തമാക്കിയത്. അതേസമയം രഞ്ജി ട്രോഫി ഫൈനലിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് സെഞ്ചുറി നഷ്ടമായതും ആരാധകരെ നിരാശരാക്കി. പാർത്ത് രേഖാഡയെ സിക്സറിന് അടിക്കാൻ ശ്രമിച്ച സച്ചിൻ സെഞ്ചുറിക്ക് 2 റൺസ് അകലെയാണ് വീണത്. 235 പന്തിൽ 98 റൺസ് എടുത്ത സച്ചിനെ കരുൺ നായർ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. നേരത്തെ 3-ന് 131 എന്ന സ്കോറിൽ നിന്നാണ് കേരളം 3ാം ദിവസം രാവിലെ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 79 റൺസ് എടുത്ത ആദിത്യ സർവാദെ 21 റൺസുമായി സൽമാൻ നിസാർ എന്നിവരുടെ വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത്. 185 പന്തിൽ 10 ഫോറുകൾ ഉൾപ്പെടെയാണ് സർവാദെ 79 റൺസ് എടുത്തത്. 2ാം ദിവസം ആദ്യ ഇന്നിംഗ്സ് ആരംഭിച്ച കേരളത്തിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റിരുന്നു. എന്തായാലും 2ാം ഇന്നിംഗ്സിൽ കേരളം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.